അപ്പോൾ നമ്മളിതാ കുറച്ച് നാളായി ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട് അല്ലേ. അപ്പം ഇന്ന് കുറച്ചൊരു ലോങ് ആയിട്ട് കുറച്ച് കളക്ഷൻസ് ഒക്കെ കാണിക്കുന്ന ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ജിംക കളക്ഷൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ജിംക കളക്ഷൻസ് ഭയങ്കര ഇഷ്ടമാണെന്നറിയാം. ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഇതാ അങ്ങ് അവിടെ കാണുന്ന ഒരു സെക്ഷൻ ഫുൾ നമ്മളുടെ ജിംക കളക്ഷൻസ് ആണ്. പിന്നെ നമ്മളിതാ ഈ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും ദാ ഈ ഒരു 3 തട്ടിലും നമുക്ക് ജിംക കളക്ഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ കുറച്ചധികം വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. അതിനകത്തിൽ കുറച്ച് പീസസ് ഞാൻ റാൻഡായിട്ട് നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇഷ്ടമായത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക, നമ്മളുടേതാ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് അയച്ചു തരിക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാനും ഒക്കെ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമുക്കിതാ നേരെ കളക്ഷൻസിലോട്ട് പോകാം. ഫസ്റ്റ് വൺ വന്നിട്ട് ഇതാ ഫുള്ളി കെം സ്റ്റോണിൽ വരുന്ന ഒരു ബ്രൈഡൽ ജിംക്കയാണ്. ബ്രൈഡ്സിന് മാത്രമല്ല, അത്യാവശ്യം ഹെവി ജിംക്കാസ് ഇയറിങ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പീസാണ്. ഫുള്ളി കെം സ്റ്റോൺ ആണ് ഇതിനകത്തിൽ വന്നേക്കുന്നത്. ഒരു മജന്ത അല്ലെങ്കിൽ ഒരു റൂബി ഷെയ്ഡിലുള്ള കെം സ്റ്റോണും താഴെ ഇങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗോൾഡൻ ആൻഡ് വൈറ്റ് ബീഡ്സ് കോമ്പിനേഷനാണ് വന്നേക്കുന്നത്. ഇതിൻ്റെ ടോപ്പിൽ നമുക്ക് ഗ്രീൻ കെം സ്റ്റോണും കാണാം. ഒരു ഫ്ലവർ ഷേപ്പിലാണ് ഇതിൻ്റെ ടോപ്പ് വന്നേക്കുന്നത്. ഭയങ്കര എലഗൻ്റ് ആയിട്ടുള്ളൊരു ജിംക്കയാണ്. നെക്സ്റ്റ് വൺ നമ്മൾ കാണാൻ പോകുന്നത് ഇതാണ്. ഇത് വന്നിട്ട് നമ്മൾ കോമൺലി അങ്ങനെ കണ്ടുവരുന്ന ഒരു ജിംക ടൈപ്പ് അല്ല. കുടം പോലത്തെ അല്ല, കുറച്ച് താഴോട്ടൊരു ലെങ്ത് വന്നിട്ട് കുറച്ച് ഉരുണ്ടിരിക്കുന്ന ഒരു ടൈപ്പ് ജിംക്കയാണ് വന്നേക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് ലക്ഷ്മി ഡിസൈൻ വരുന്നുണ്ട്. ബാക്കി ഫുൾ ഈ പറഞ്ഞ പോലെ തന്നെ കെം സ്റ്റോണിൽ റൂബി വർക്ക് വരുന്നതാണ്. താഴെ ഫുള്ള് ഗോൾഡൻ ബീഡ് വർക്കാണ് വന്നേക്കുന്നത്. അടുത്തതായിട്ട് നമ്മളിതാ കാണാൻ പോകുന്ന ജിംക എന്ന് പറയുന്നത് ഇതാണ്. ഇത് കുറച്ചുകൂടി ചെറിയ ജിംക ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു ജിംക്കയാണ്. ഇതും ഫുൾ റൂബിയിലാണ് വന്നേക്കുന്നത്. നോൺ ഐഡൽ ആയിട്ടുള്ള ജിംക്കയാണ് വന്നേക്കുന്നത്. ഈ ഒരു സൈഡിൽ മാത്രം പീകോക്ക് ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. ബാക്കി ഫുള്ളി റൂബിയിലാണ് വന്നേക്കുന്നത്. അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് ഒരു നോൺ ഐഡൽ ജിംക തന്നെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 3D വർക്കിലൊക്കെ വന്നേക്കുന്ന ജിംക്കയാണ്. പീകോക്ക് ഡിസൈനിൽ ടോപ്പിൽ ആ ഒരു പീകോക്കാണ് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. ചുറ്റും റൂബി സ്റ്റോൺസ് വന്നിട്ടുണ്ട്. ഇതിന് താഴെയും ഫുള്ളി ഗോൾഡൻ ബീഡ്സ് ആണ് വന്നേക്കുന്നത്. പിന്നെ 2 സ്പെഷ്യൽ ജിംകാസ് ആണ്. സ്പെഷ്യൽ എന്ന് പറയാൻ കാരണം എല്ലാവർക്കും എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു ട്രെൻഡ് ഔട്ട് ആവാത്തൊരു ടൈപ്പ് ഓഫ് ജിംക്കയാണ് ഇതെന്ന് പറയുന്നത്. ഒരുപാട് നാളായിട്ട് നമ്മൾ എഗെയിൻ റീസ്റ്റോക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന ഒരു ജിംക്കയും കൂടിയാണ്. ഇതിൽ ഫസ്റ്റ് വൺ വന്നേക്കുന്നത് ഇതാണ്. ഇതിലും നോൺ ഐഡൽ ആണ് വന്നേക്കുന്നത്. എല്ലാവർക്കും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഫുള്ളി ഒരു ബീഡ്സ് കോൺസെപ്റ്റിലാണ് ഈ ഒരു ജിംക വന്നേക്കുന്നത്. ഭയങ്കര എലഗൻ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ ആണ്. ഇതിൻ്റെ ഈ ഒരു മിഡിൽ പോർഷനിൽ കണക്റ്റിംഗ് പോർഷനിൽ പീകോക്ക് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ടോപ്പിൽ ഫുൾ ബീഡ് വർക്കാണ് വന്നേക്കുന്നത്. ഏറ്റവും താഴെ നിങ്ങൾക്കിപ്പോൾ ഗോൾഡൻ ബീഡ്സ് തന്നെ വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ജിംക യൂസ് ചെയ്യാം. ഇത് ഭയങ്കര ബ്രൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് അല്ല വന്നേക്കുന്നത്. ഒരു ലൈറ്റ് ആൻറ്റിക്കിനും ഒരു ഗോൾഡിനും ഇടയിലുള്ള ഷെയ്ഡാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആൻറ്റിക് ജ്വല്ലറി യൂസ് ചെയ്യുമ്പോഴും ഇത് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഗോൾഡൻ ജ്വല്ലറി ആണെന്നുണ്ടെങ്കിലും ഇത് മാച്ചായിട്ട് പോകുന്നതാണ്. കുറച്ചുകൂടി ഒരു ഗോൾഡൻ ഷെയ്ഡ് ബ്രൈറ്റ് ആയിട്ട് വന്നേക്കുന്നത് ഈ ഒരു വൈറ്റ് ബീഡ് വരുന്ന ജിംക്കയിലാണ്. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ താഴത്തെ പോർഷനിൽ ഫുള്ള് വൈറ്റ് ബീഡ്സും പിന്നെ അടിയിൽ നമ്മൾക്കിതാ ഇങ്ങനെ കാണാൻ പറ്റുന്ന പോലെ ഒരു വലിയ വൈറ്റ് ബീഡും കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ചെവിയിലൊക്കെ ഇടുമ്പോഴത്തേക്ക് നമുക്ക് നല്ല ഭംഗിയായിട്ട് ആ ഒരു വൈറ്റ് ബീഡ് കാണാൻ പറ്റുന്നതാണ്. ഡിസൈൻ വൈസ് സെയിം ആണ് വന്നേക്കുന്നത്. അടുത്ത ഒരു ജിംക വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. കൂടുതലും ബ്രൈഡ്സ് ആണ് ഈ ഒരു ജിംക യൂസ് ചെയ്യുന്നത്. ഭയങ്കര എലഗൻ്റ് ആയിട്ടുള്ളൊരു പീസാണ്. പിന്നെ വലിയ ജിംകാസ് ഒക്കെ യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ഒരു ജിംക്കയാണ്. സൈസ് വൈസ് ഒരുപാട് വലുതല്ല എങ്കിലും അത്യാവശ്യം ഒരു വലിപ്പം വരുന്നുണ്ട്. ഇതിന് കൂടുതൽ ലെങ്ത് ആണ് വരുന്നത്. അപ്പോൾ ലെങ്തി ജിംക്കൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ്. അതേപോലെ തന്നെ ഇതിലധികം സ്റ്റോൺ വർക്ക് ഒന്നും വരുന്നില്ല. ഇതിപ്പോൾ കറൻ്റ്ലി റീസ്റ്റോക്ക് ആയിരുന്നു. അഗെയിൻ ഇനി ലാസ്റ്റ് ഈ ഒരു പീസും കൂടെ ഉള്ളൂ. നമ്മൾ എത്ര റീസ്റ്റോക്ക് വന്നാലും പെട്ടെന്ന് തീർന്നു പോകുന്ന ഒരു ഐറ്റം ആണ് ഇതെന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഒരു 1 പീസ് മാത്രമാണുള്ളത്. അപ്പം റീസ്റ്റോക്കിങ് ഇനിയും ടൈം എടുക്കും. അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ. പിന്നെ ഇനി അടുത്ത ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പീസ് എന്ന് പറയുന്നത്
ഇതാണ് കുറച്ചധികം ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പീസാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര യൂണീക്ക് ആയിട്ടുള്ളൊരു ജിംക്കയാണ് നിങ്ങളുടെ വെഡ്ഡിങ്ങിന് നിങ്ങൾക്ക് വിയർ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ദാ ഇങ്ങനത്തെ ജിംക്ക വിയർ ചെയ്യാം. ഒരു നോർമലി നമ്മൾ കണ്ടുവരുന്ന ടൈപ്പ് ഓഫ് ജിംക്ക അല്ല. ഇപ്പോൾ ഒരുപാട് പിള്ളേർ നേരത്തെ നമ്മൾ കോമൺലി ഇതുപോലെ തന്നെ കണ്ടുവരുന്ന ഇങ്ങനത്തെ ജിംക്കാസ് പ്രിഫർ ചെയ്യാത്തവരുണ്ട്. അപ്പം ജിംക്ക ആയിരിക്കണം, എന്നാൽ പക്ക ഒരു ജിംക്കയുടെ മോഡൽ ആയിരിക്കുകയും ചെയ്യരുത്. അങ്ങനെയുള്ളവർക്ക് പറ്റിയൊരു ജിംക്കയാണ്. ലക്ഷ്മി ഡിസൈൻസ് വരുന്നുണ്ട്, ടെമ്പിൾ വർക്ക് വരുന്നതാണ്, അതേപോലെ തന്നെ സ്റ്റോൺലെസ് ആണ്. നമുക്ക് ഗോൾഡൻ ഷെയ്ഡിൽ വരുന്ന ജ്വല്ലറീസിൻ്റെ കൂടെയും പെയർ ചെയ്ത് പോകാൻ പറ്റുന്ന കൈൻഡ് ഓഫ് ഒരു ജിംക്ക ഇയറിംഗ് ആണ് വന്നേക്കുന്നത്. അടുത്ത ഒരു ജിംക്ക എന്ന് പറയുന്നത് പണ്ട് മുതലേ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ജിംക്കയാണ് ഇങ്ങനെ തട്ട് പോലെ വരുന്ന ജിംക്ക അല്ലേ. അപ്പം ഈ തട്ടിനകത്തിൽ അങ്ങനെ സ്റ്റോൺ വരുന്ന കൈൻഡ് നമ്മൾ അധികം കണ്ടിട്ടില്ല. അപ്പം ഇങ്ങനെ വരുമ്പോഴത്തേക്ക് അതിന് കുറച്ചുകൂടി ഒരു എലഗൻസ് ആണ് കാണാൻ വേണ്ടിയിട്ട്. കുഞ്ഞു ജിംക്കയാണ് കേട്ടോ, ഒരുപാട് വലുതല്ല, കുഞ്ഞു ജിംക്കയാണ്. നമുക്ക് ഒറ്റ ജിംക്കയുടെ ലെങ്ത് ഇതിനകത്തിൽ വരുന്നുള്ളൂ. 2 തട്ട് വരുന്നുണ്ടെങ്കിലും അതിൻ്റെ ആ ഒരു കൊട പോലത്തെ പോർഷൻ ഭയങ്കര ചെറുതായതുകൊണ്ട് തന്നെ ഭയങ്കര എലഗൻ്റ് ആണ്. ഒത്തിരി ഹെവിനെസ്സും വരുന്നില്ല. ഫുൾ റൂബിയിലാണ് ഇത് വന്നേക്കുന്നത്. അടുത്തൊരു ജിംക്ക നമുക്ക് വന്നേക്കുന്നത് ഇതാ ആൻറ്റിക്കിൽ വന്നേക്കുന്ന ജിംക്കയാണ്. ഇതൊരു ലൈറ്റ് വെയ്റ്റ് ജിംക്കയാണ്. ഫുള്ളി ഒരു പീകോക്ക് ഡിസൈനിലാണ് ഈ ഒരു ജിംക്ക വന്നേക്കുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് അറൈവലാണ് വന്നേക്കുന്നത്. ഇതിൽ റൂബി പ്ലസ് ഗ്രീൻ സ്റ്റോൺസ് വന്നിട്ടുണ്ട്. ഇതാ ഇതിൻ്റെ ടോപ്പിൽ ഇതാ ഇങ്ങനെ ചെറിയ 2 മുത്തുകൾ വന്നിട്ടുണ്ട്. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ആൻറ്റിക് ജിംക്കയാണ് വന്നേക്കുന്നത്. പിന്നെ നെക്സ്റ്റ് അടുത്തൊരു ജിംക്ക എന്ന് പറയുന്നത് ഇതാ അത്യാവശ്യം നല്ല രീതിയിൽ ടെമ്പിൾ വർക്ക് വരുന്ന കൈൻഡ് ഓഫ് ഒരു ജിംക്കയാണ് വന്നേക്കുന്നത്. ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡ് ആയിട്ടുള്ളതാണ് ഈ ഒരു ആൻറ്റിക് ഡിസൈനിൽ തന്നെ വൈറ്റ് സ്റ്റോൺ വരുന്ന ജിംക്ക. ഇതിനകത്ത് താഴത്തെ പോർഷനിലും അതേപോലെ തന്നെ ദാ ഈ ഒരു ടോപ്പിലെ പോർഷനിലും വൈറ്റ് സ്റ്റോൺസ് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ താഴെ ദാ ബീഡ്സ് മിക്സ്ഡ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. ഗോൾഡൻ പ്ലസ് വൈറ്റ് ബീഡ്സ് മിക്സ്ഡ് ആയിട്ട് കൊടുത്തേക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ജിംക്കയാണ്. ഇതൊക്കെ യൂണിക് പീസസ് ആണ്, അതുകൊണ്ട് തന്നെ 1-2 പീസസ് മാത്രമായിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളക്ഷനാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ പീസസ് ചൂസ് ചെയ്യാവുന്നതാണ്. ഇതാ ഇതും അതേപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ്. ടോപ്പിൽ ലക്ഷ്മി ഡിസൈൻ വന്നിട്ടുള്ള ഒരു ജിംക്കയാണ് വന്നേക്കുന്നത്. ഇതും അധികം സ്റ്റോൺ വർക്ക് വരുന്നില്ല, ഇതിൻ്റെ ടോപ്പിൽ മാത്രമാണ് സ്റ്റോൺ വർക്ക്സ് വന്നേക്കുന്നത്. ഫുള്ളി ഒരു ലൈറ്റ് ആൻറ്റിക് ഷെയ്ഡിലാണ് ഈ ഒരു ജിംക്ക വരുന്നത്. അടുത്ത ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡിൽ വന്നേക്കുന്ന ഒരു ജിംക്കയാണ്. നോൺ ഐഡൽ ആണ്, പീകോക്ക് ഡിസൈൻസ് മാത്രമാണ് ഈ ഒരു ജിംക്കയിൽ വന്നേക്കുന്നത്. പക്ഷെ ഫുള്ളി നമ്മൾ ഒന്ന് കാണുമ്പോഴത്തേക്കും നമുക്കൊരു ടെമ്പിൾ വർക്കുള്ള ഡിസൈൻ പോലെ തോന്നുന്ന ഒരു കൈൻഡ് ഓഫ് പാറ്റേൺ ആണ് വന്നേക്കുന്നത്. റൂബി പ്ലസ് ഗ്രീൻ കോമ്പിനേഷനിൽ വന്നേക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബ്രൈഡൽ ജിംക്കയാണ്. നമുക്ക് കുറച്ച് ജിംക്കാസ് അല്ലാത്ത ഇയറിങ്സും കൂടി കണ്ടു നോക്കാം. എന്താ ഫുള്ളി കെം സ്റ്റോൺസിൽ വന്നേക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പീകോക്ക് ഡിസൈനിൽ വന്നേക്കുന്ന ഇയറിംഗ് ആണ്. ആ ഒരു പീകോക്കിൻ്റെ നോക്കിക്കോളൂ, ഐസ് പോലും നമ്മൾ ആ ഒരു സ്റ്റോണിലാണ് കൊടുത്തേക്കുന്നത്. ആ ഒരു ഡിസൈൻ ഫെദർ, ആ ഒരു ഫുൾ ബോഡി പോർഷനിൽ റിയൽ കെം സ്റ്റോൺസ് ആണ് വന്നേക്കുന്നത്. പിന്നെ അതിൻ്റെ ആ ഒരു ഭംഗി കൂട്ടാൻ വേണ്ടി സൈഡിൽ ഫുള്ള് വൈറ്റ് ബീഡ്സ് കൊടുത്തിട്ടുണ്ട്. ഭയങ്കര എലഗൻ്റ് ആയിട്ടുള്ള യൂണിക് ആയിട്ടുള്ളൊരു പീസാണ് ഈ ഒരു ഇയറിംഗ് എന്ന് പറയുന്നത്. അടുത്തത് വന്നേക്കുന്നത് ഇതാ ഒരു ജിംക്ക കൈൻഡ് ഓഫ് ഇയറിംഗ് തന്നെയാണ്. ഭയങ്കര എലഗൻ്റ് ആയിട്ടൊരു ക്യൂട്ട് ജിംക്ക ആണെന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു ഐറ്റം നമുക്ക് ഫസ്റ്റ് ടൈം സ്റ്റോക്ക് വന്നിട്ട് സ്റ്റോക്ക് ഔട്ട് ആയ ഐറ്റമാണ്. അപ്പം എന്താ നമ്മൾ എഗെയിൻ ഇത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഒരു ടോപ്പ് പോർഷനിലെ വർക്ക് തന്നെയാണ് ഇതിനെ ഡിഫറെൻ്റ് ആക്കി നിർത്തിയേക്കുന്നത്. ടോപ്പിൽ അത്യാവശ്യം വലിയ രീതിയിലൊരു വർക്ക് വന്നിട്ട് താഴെ ഒരു കുഞ്ഞി ജിംക്ക ബീഡ്സിൽ കൊടുത്തേക്കാണ്. ഭയങ്കര എലഗൻ്റ് ആയിട്ടുള്ള പാറ്റേൺ ആണിത്. കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടുള്ള ഒരു റൂബി സ്റ്റോണിൽ വരുന്ന ഇയറിംഗ് വേണം എന്നുള്ളവർക്ക് സൽവാസിൻ്റെ ഒക്കെ കൂട്ടത്തിലിടാൻ പറ്റിയ ഒരു പാറ്റേൺ ആണ് വന്നേക്കുന്നത്. ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് വന്നേക്കുന്നത്. പ്രീമിയം ക്വാളിറ്റി ഇയറിംഗ് ആണ്. ആ ഒരു റൂബി സ്റ്റോണും അതിൻ്റെ ആ ഒരു വർക്കും തന്നെയാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. സിമ്പിൾ ആൻഡ് എലഗൻ്റ് ആയിട്ടുള്ള ഒരു ഇയറിംഗ് ആണ്. നമുക്ക് ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്ന ഒരു ഇയറിംഗ് ആണ് ഈ കാണുന്നത്. ഇതൊരു ജിംക്കയുടെ തന്നെ വേറൊരു വേർഷൻ ആണെന്ന് പറയാം. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഇയറിംഗ് പീസസ് ആണ്. ഇത് നമുക്ക് ഇത്രയും കളർ ഷെയ്ഡ്സിലാണ് അവൈലബിൾ ഉള്ളത്. ഇതും എഗെയിൻ നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടുവന്ന ഒരു ഐറ്റമാണ്. ഒരുപാട് എൻക്വയറീസ് ഉണ്ടായിരുന്ന ഒരു ഐറ്റമാണ്. അപ്പം എഗെയിൻ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം കിട്ടിയിട്ടില്ലാത്തവരൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ. ഇപ്പോൾ നിങ്ങൾക്ക് ജിംക്ക അല്ലാതെ വേറൊരു കൈൻഡ് ഓഫ് ഹാങ്ങിങ് ഇയറിങ്സ് ഇടാൻ താല്പര്യമുള്ളവർക്ക് പറ്റിയൊരു ഹാങ്ങിങ് ഇയറിങ്സ് ആണ്
ഈ കാണിക്കുന്നത്. ഇതും ഒരു ടെമ്പിൾ വർക്കിൽ റിയൽ കെം സ്റ്റോൺസ് ആണ് വന്നേക്കുന്നത്, ഗ്ലാസ് സ്റ്റോൺസ് അല്ല, റിയൽ കെം സ്റ്റോൺസ് ആണ്. നിങ്ങൾക്ക് ആ ഒരു സ്റ്റോൺസ് കാണുമ്പോൾ തന്നെ അത് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിൻ്റെ ടോപ്പിൽ ഫുള്ളായിട്ട് വൈറ്റ് സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് താഴെ റൂബി കെം സ്റ്റോൺസ് ആണ് കൊടുത്തേക്കുന്നത്. താഴെ നമ്മൾ ഫുള്ളായിട്ട് വൈറ്റ് ബീഡ്സ് കൊടുത്തേക്കുന്ന ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഇയറിംഗ് ആണ്. യൂണിക്കായിട്ട് നിൽക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇങ്ങനത്തെ സെലക്റ്റീവ് ആയിട്ടുള്ള ഇയറിംഗ് കളക്ഷൻസ് നമുക്ക് ഒരുപാട് അവൈലബിൾ ആണ്. അത്തരം കളക്ഷൻസിൻ്റെ സിംഗിൾ അല്ലെങ്കിൽ 2 പീസസ് അങ്ങനെയൊക്കെ ആയിരിക്കും അവൈലബിൾ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള കളക്ഷൻസ് വേണമെങ്കിലും നമുക്ക് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ജിംക അല്ലാത്ത വേറൊരു കൈൻഡ് ഓഫ് ഇയറിംഗ് ആണ്. ചാന്ദലിയുടെ തന്നെ വേറൊരു മോഡലിൽ വന്നേക്കുന്ന ഇയറിംഗ് ആണിത്. ഇതും ഫുള്ളി കെം സ്റ്റോൺസ് ആണ് വന്നേക്കുന്നത്. താഴെ വൈറ്റ് ബീഡ്സ് കൊടുത്തിട്ടുണ്ട്. ടോപ്പിൽ 2 എലിഫൻറ്റ് പാറ്റേൺ ആണ് കൊടുത്തേക്കുന്നത്. കുറച്ച് എലഗൻ്റ് ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ് ഇത്. നമുക്ക് സാരീസിൻ്റെ കൂടെ, സൽവേഴ്സിൻ്റെ കൂടെ, അതേപോലെ ലാച്ച, ലെഹങ്ക എല്ലാ കോസ്റ്റ്യൂംസിൻ്റെ കൂടെയും പോകുന്ന ഒരു പാറ്റേൺ ആണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് നമ്മൾ കണ്ട ഇയറിംഗ് കളക്ഷൻസ് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്യാവുന്നതാണ്. നമ്മുടെ സ്ക്രീനിൽ അതിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പ് ത്രൂവോ ഇൻസ്റ്റഗ്രാം ത്രൂവോ ഒക്കെ നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷോപ്പിൽ വന്നിട്ടും ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ്. നമുക്കിപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.